ഹലോ വ്യൂവേഴ്സ്, ഹൗ ആർ യു? ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന റാഗി കേക്ക്. ആദ്യം തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത്. നമ്മൾ കേക്ക് ടിൻ എടുത്ത് അത് ഫസ്റ്റ് ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്യുക. അതിൽ നമ്മളൊരു ബട്ടർ പേപ്പർ ഫിക്സ് ചെയ്ത് തനിയെ മാറ്റി വയ്ക്കുക. പിന്നെ 2 മുട്ട എടുത്ത് ഉടച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ച് അത് നല്ലവണ്ണം വിസ്ക് വെച്ച് നല്ലവണ്ണം അടിച്ചെടുക്കുക. ഒരു ബനാന, നല്ല പഴുത്ത ബനാന എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു ചെറുതായിട്ട് കട്ട് ചെയ്യണം. ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു ഫോർക്ക് വെച്ച് നന്നായി ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടയ്ക്കണം. അത് കഴിഞ്ഞ ശേഷം മുട്ടയിൽ ഷുഗർ പൗഡർ 1 കപ്പ് എടുത്ത് കുറേശ്ശെയായി അത് നമ്മൾ നല്ലവണ്ണം ആഡ് ചെയ്ത് നല്ലോണം അടിച്ചെടുക്കണം. ക്രീമി ആയിട്ട് വരണം. അത്രയും നേരം നമ്മളത് അടിച്ചെടുക്കണം. മുട്ടയും പഞ്ചസാരയും നല്ലവണ്ണം യോജിക്കണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ വാനില എസൻസ് 1 ടീസ്പൂൺ അതിലൊഴിക്കുക. ഓയിൽ, കുക്കിംഗ് ഓയിൽ 1/4 കപ്പ് ഈ ബാറ്ററിനോട് കൂടി ഒഴിച്ച് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് എടുക്കുക. നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന മിക്സ് ഇത് ഈ മുട്ടയോടുകൂടി യോജിപ്പിച്ച് നല്ലവണ്ണം അടിച്ചെടുക്കണം. മുട്ടയും ബനാനയും എല്ലാം നല്ലവണ്ണം യോജിക്കണം. പിന്നെ അത് തനിയെ മാറ്റി വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ആദ്യം തന്നെ റാഗി 1 കപ്പ്, പിന്നെ ഗോതമ്പ് പൗഡർ 1/2 കപ്പ്, വീറ്റ് ഫ്ലോർ. ഞാനിതിൽ പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, കുറച്ച് ഉപ്പ് അതിൽ ആഡ് ചെയ്ത് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യണം. വിസ്ക് വെച്ച് നല്ലോണം മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. ഇല്ലെങ്കിൽ ഒരു അരിപ്പ വെച്ച് നല്ലോണം അരിച്ച് 3 പ്രാവശ്യം അരിച്ചെടുക്കുക. അരിച്ചു കഴിയുമ്പോൾ നല്ലോണം യോജിക്കും. നമ്മൾ ടൂട്ടി ഫ്രൂട്ടി എടുത്ത് ഇതിൽ നിന്ന് കുറച്ച് പൗഡർ എടുത്ത് നല്ലോണം ടൂട്ടി ഫ്രൂട്ടിയിൽ നമ്മൾ അതിൽ മിക്സ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളത് ടൂട്ടി ഫ്രൂട്ടി അതിൽ ഇടുന്ന സമയത്ത് താണു പോകാതിരിക്കാനാണ് ഈ പൗഡർ അതിൽ മിക്സ് ചെയ്യുന്നത്. ഇനി മുട്ടയുടെ മിക്സും റാഗിയും തമ്മിൽ യോജിപ്പിച്ചെടുക്കുക. നല്ലോണം ഫോൾഡ് ചെയ്ത് എടുക്കണം. ഒരേ ഡയറക്ഷനിൽ കൂടുതലായിട്ടിട്ട് ഇളക്കാൻ പാടില്ല. പതുക്കെ നമ്മളത് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെയായി ഒരു 3 പ്രാവശ്യം ഇട്ട് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. ഫോൾഡ് ചെയ്ത് എടുക്കണം. കാഷ്യൂനട്ട്, ബദാം, ട്യൂട്ടി ഫ്രൂട്ടി
ഇവയെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് നിങ്ങളത് ചേർത്താൽ മതി. ഇതിൽ കുറച്ച് തിക്ക് ബാറ്റർ ആയതുകൊണ്ട് ഞാനിതിൽ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കുറച്ച് ബാറ്റർ ലൂസായിട്ട് ഞാൻ എടുക്കുകയാണ്. അതിൽ ഈ നട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തത് യോജിപ്പിക്കുക. അതിലിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ഉണ്ടോ അത് നിങ്ങൾ ഇട്ടാൽ മതി. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് ഇതെല്ലാം വളരെ ഇഷ്ടമാകും. അതുകൊണ്ടാണ് ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് ഈ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഒരു കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നല്ലവണ്ണം ടാപ്പ് ചെയ്ത് അത് ബബിൾസ് ഇല്ലാത്ത വിധത്തിലാക്കി പിന്നെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് ഈ ബാറ്റർ അതിലേക്ക് വെച്ച് കുക്കർ നല്ലവണ്ണം മൂടി ലോ ഫ്ലെയിമിൽ ഒരു കുക്കർ മൂടി ലോ ഫ്ലെയിമിൽ ഒരു 40 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. എനിക്ക് ഒരു 50 മിനിറ്റ്സായി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ ഞാൻ സ്ലോ ആയിട്ടാണ് വെച്ചത്. അത് നമ്മൾ സ്ക്യൂർ വെച്ചോ കത്തി വെച്ചോ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് അത് ബേക്ക് ആയോ എന്ന്. ഇത് കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി കുക്കറിൽ നിന്ന് അത് എടുത്ത് കൂളാവാൻ വെക്കണം. നന്നായി തണുക്കണം. അത് നന്നായി തണുത്ത് കഴിഞ്ഞ ശേഷം അത് നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കണം. കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. അതിൻ്റെ ബട്ടർ ഷീറ്റെല്ലാം റിമൂവ് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം കട്ട് ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗി കേക്ക് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നു. ബനാനയുടെ ഫ്ലേവർ നന്നായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെടും. Thank you viewers. Thank you for watching my videos.